ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി ഗർഭിണിയാണെന്ന് അവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്ര മാത്രം വിശ്വസിക്കാതെ നടക്കുകയാണ്. എന്തായാലും അന്നേ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ ശ്രുതി തന്റെ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ സ്വപ്നം കാണുകയാണ്. ഒരു പിഞ്ചോമന അവളുടെ ശ്രുതിയുടെയും കൈകളിലിരുന്ന് കൊഞ്ചി ഇങ്ങനെ കളിക്കുന്ന ഒരു കാഴ്ച കണ്ട് ശ്രുതി ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അങ്ങനെ അത് കാണുന്ന ശ്രുതിക്ക് താൻ ചെയ്യുന്നത് തൻ്റെ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്, തൻ്റെ അമ്മയെ അകറ്റി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതിയെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് തന്നെ ഉറപ്പിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തൻ്റെ ഫോൺ എടുത്തിട്ട് ആ രാത്രി തന്നെ ശ്രുതിയെ വിളിക്കുകയും ശ്രുതിയെ എനിക്ക് നിന്നെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശ്രുതി ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് ശ്രുതി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഫോൺ കട്ട് ചെയ്ത് അവൻ ആ ഇരുട്ടത്തി തപ്പിപ്പിടിച്ച് അവൻ പുറത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ ഉറക്കമില്ലാതെ കിടന്നിരുന്ന നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പിടികൂടുകയാണ് ശ്രുതിയെ. നീ എവിടെ പോകുന്നു ഈ ഇരുട്ടത്തെന്ന് ചോദിക്കുന്നുണ്ട്. ഒടുവിൽ അവന് സത്യം പറയേണ്ടി വരുന്നുണ്ട്. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയുകയാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ, നമുക്ക് അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ചന്ദ്ര പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ശ്രുതി ഒരുപാട് സന്തോഷിക്കുകയാണ്. ശ്രുതിയെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. അമ്മ സമ്മതിച്ചു നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി. ഞാനും അമ്മയും കൂടി നാളെ അങ്ങോട്ട് വരുന്നുണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവാണ്. ശ്രുതി പറയുന്നുണ്ട് മീരയോടായിട്ട്, എൻ്റെ സൂത്രം എന്തായാലും ഏറ്റു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മീര പറയുകയാണ്, അതെ, നിന്റെ കള്ളത്തരങ്ങൾ കാണിച്ചത് കൊണ്ടാണ് പുറത്താക്കിയത്, എന്നിട്ടും നീ കള്ളത്തരം കാണിച്ചത് ഈ മണ്ടന്മാരെന്താ വിശ്വസിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്ര അത്ര വലിയ മണ്ടിയൊന്നുമല്ല എന്ന് നമുക്ക് നാളെ എന്തായാലും കാണാൻ പോകുന്നതേ ഉള്ളൂ. ചന്ദ്രയാണെങ്കിൽ സച്ചിൻ രേവതി അങ്ങനെ അടുക്കളയിൽ നിൽക്കുകയാണ്. അപ്പോൾ സച്ചിയുടെ അരികിലേക്ക് വരികയാണ് ചന്ദ്ര പറയുന്നുണ്ട്, എടാ സച്ചി, നിന്നോട് ഞാനൊരു കാര്യം ആവശ്യപ്പെടട്ടെ, നീ എനിക്കത് സാധിച്ചു തരുമോ? എനിക്കൊരു ഓട്ടം പോകണമെന്ന് പറയുകയാണ്. അമ്മ ഉറപ്പായിട്ട് ഞാൻ അമ്മയെ കൊണ്ടുപോകും. അപ്പൊ സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആദ്യമായിട്ടാണ് തന്നോട് ഒരു കാര്യം അമ്മ ആവശ്യപ്പെടുന്നത്. എന്തായാലും സച്ചിയും അതുപോലെ ശ്രുതിയും നമ്മുടെ ചന്ദ്രയും കൂടിയിട്ട് സച്ചിയുടെ കാറിൽ ശ്രുതിയെ വിളിക്കാൻ പോവുകയാണ്. എന്തായാലും അതൊരു എട്ടിന്റെ പണി തന്നെയാണ് ശ്രുതിക്കുള്ളത്. ശ്രുതി അങ്ങനെ വെറുതെ ഒന്നും ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരില്ല. അവള് ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് തെളിയിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ചന്ദ്രോദയത്തിലേക്ക് അവളെ കൊണ്ടുവരികയുള്ളൂ. ശ്രുതി വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. ശ്രുതിയാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ നെയ്ത് കൂട്ടുന്നുണ്ട്. തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ ആന്റി, അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഞാൻ അവിടെ എത്തിയതിനു ശേഷം അവരെ ഞാൻ വെള്ളം കുടിപ്പിക്കും എന്നുള്ള ആ നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ തന്നെ നെയ്തെടുക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.